എൻ്റെ പേര് അനു മോഹൻ എന്നാണ്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇത്തരത്തിലെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നാസ്തി നേഷൻസിൻ്റെ തന്നെ 3ാമത്തെ വേദിയിലാണ് ഞാൻ എൻ്റെ ഒരു അവതരണം നടത്തുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന വിഷയം പിന്നോക്ക വിഭാഗവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പോൾ ഞാനെൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനും ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള സോക്കോൾഡ് പറയപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ ആയതുകൊണ്ട് തന്നെയാണ്. മറ്റു വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ കൂടുതലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്, പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും അവരുടെ സംവാദവും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതലും സംസാരിക്കാനായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞുകൊണ്ട് എന്നെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2024 ഇലക്ഷനെ വെച്ചുകൊണ്ട് ആണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. 2024 നമ്മൾ ലോക്സഭാ ഇലക്ഷൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾ എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അവർ എത്രമാത്രം സ്വാധീനിക്കുന്നു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് എന്തുമാത്രം പ്രസക്തി നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചെറിയ ഹിസ്റ്ററിയും അതിൻ്റെ ഭാഗമായിട്ട് ദളിത് ലീഡേഴ്സിൻ്റെ കാര്യങ്ങളും അവരുടെ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. 2024 ഇലക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ BJP 3ാമത്തെ തവണയും രാഷ്ട്രീയ അധികാരം കയ്യേറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഒരു പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് ഇസ് ബാർ 400 പാർ, ഇപ്രാവശ്യം 400-ലധികം സീറ്റുകൾ ഞങ്ങൾ നേടും, RSSൻ്റെ 100ാം വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടന ഉൾപ്പെടെ 1950കളിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഭരണഘടന RSSനോ സംഘപരിവാറിനോ ഇഷ്ടമല്ലാത്ത തരത്തിൽ ഉള്ള ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യ രീതിയിലുള്ള ഭരണഘടന വന്നതുകൊണ്ട് തന്നെ RSSൻ്റെ 100 വർഷം കഴിയുന്നു. അവർക്ക് 3ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും കൂടുതൽ രാജ്യസഭയിലും ലോക്സഭയിലും അവർക്ക് പാർട്ടിസിപ്പേഷൻസ് കൂടുമ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനാധിപത്യ സമൂഹത്തിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 400 ഇസ് പാർ 400 പാർ എന്ന് പറയുന്ന ഒരു മോട്ടോ തന്നെ അവരിറക്കിയത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 293 സീറ്റാണ് NDA പ്ലസിന് കിട്ടിയത്. അതുപോലെ തന്നെ UP കിട്ടിയത് 232 സീറ്റുകളാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു അവർക്ക് ഭൂരിപക്ഷം തന്നെ കിട്ടുമോ, NDAക്ക് 271 എന്ന് പറയുന്ന മാജിക് നമ്പർ തൊടുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചിരുന്നു. അത്തരത്തിലായിരുന്നു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇതുണ്ടായത്, ഡീവിയേഷൻസ് ഉണ്ടായത്. എസ്പെഷ്യലി ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ടായി. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 400-ലധികം സീറ്റുകൾ നേടണം എന്ന് പറഞ്ഞ BJPക്ക് അവർ ഏറ്റവും വലിയ പ്രചരണ ആയുധം എന്ന് പറയുന്നത് അയോധ്യയായിരുന്നു. രാമജന്മഭൂമി ഉണ്ടാക്കി, നമ്മൾ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ ഒരു രാമരാജ്യം എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകുന്ന സ്ഥലത്ത് ഇതേ അയോധ്യയിലെ ഫരീസീദാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന SP-യുടെ കാൻഡിഡേറ്റാണ് ജയിച്ചത്. ലല്ലു സിംഗ് എന്ന് പറയുന്ന BJPയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചത് 54,000 സീറ്റുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് SP-യുടെ കാൻഡിഡേറ്റ് ജയിച്ചു. നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ഇന്ത്യയുടെ അടുത്ത ചിലപ്പോൾ ഈ നൂറ്റാണ്ട് തന്നെ 21st സെഞ്ച്വറി തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു ഈവൻ്റ് അടക്കമാണ് രാമരാജ്യം, അയോധ്യ ക്ഷേത്ര നിർമ്മാണം, RSSൻ്റെ 100ാം വാർഷികം. അപ്പോൾ അത്രയും സാഫ്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു യുഗത്തിലോട്ട് പോകുന്നുവെന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ അത് എവിടെയാണോ സംഭവിച്ചത് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ അതിന് കാരണഭൂതമായിട്ടുള്ള അയോധ്യയിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫരീസദാ മണ്ഡലത്തിൽ BJPക്ക് 54,000 വോട്ടിൻ്റെ പരാജയമാണ് ഉണ്ടായത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചത് ഇത് പ്രാവശ്യം മാത്രമല്ല, ഇതേമാതിരി നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. 1977 അന്ന് സർവശക്തിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. നമ്മുടെ ഇലക്ഷൻ ഇതിന് ശേഷം, എമർജൻസിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, ജഗ്ജീവൻ റാം എന്ന് പറയുന്ന ദളിത് ലീഡർ, കോൺഗ്രസ് ലീഡർ, അന്ന് കോൺഗ്രസ് വിടുന്നു. അദ്ദേഹം ജനതാ പാർട്ടിയിൽ ചേരുന്നു. റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം ഇതുമാതിരി നമുക്ക് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, നേരത്തെ
രാജീവ് ഗാന്ധിയൊക്കെ സ്ഥിരം മത്സരിച്ചിരുന്നത്, പിന്നീട് പിന്മാറിയ മണ്ഡലം റായ്ബറേലിയിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു വോട്ട് ഡീവിയേഷൻ ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ആ വോട്ട് ഡീവിയേഷൻ എന്ന് പറയുന്നത് ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക്, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവർ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി ഗവൺമെൻറ് അവിടെ വരുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് എത്രത്തോളം ഈ നമ്മുടെ 2024 ഇലക്ഷൻ്റെയോടൊപ്പം തന്നെ, ലോക്സഭ ഇലക്ഷൻ്റെയോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങളിൽ നിയമസഭാ ഇലക്ഷനും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇട്ട റിപ്പോർട്ടിനകത്ത് ഒരു പല സ്റ്റേറ്റുകളെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഏതൊക്കെ സ്റ്റേറ്റുകളിലാണോ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും നടന്ന മണ്ഡലങ്ങൾ സ്പെസിഫിക്കായിട്ട് സംസ്ഥാനങ്ങളിൽ സ്പെസിഫിക്കായിട്ട് അവർ നോക്കിയിട്ട് പറയുന്നുണ്ട് എത്രത്തോളമാണ് ദളിത് വോട്ടുകളുടെ അല്ലെങ്കിൽ ദളിത് ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ജയപരാജയങ്ങളെ നിശ്ചയിച്ചു എന്നുള്ളത് റിപ്പോർട്ടായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ദളിത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടല്ല സാമൂഹ്യപരമായിട്ട് പോലും അവർക്ക് ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പറ്റാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് ഗോപാൽ ബാബു വാലങ്കറിനെ പോലുള്ള അല്ലെങ്കിൽ ജ്യോതിബാ ഫൂലെ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്നി പിന്നെ സാവിത്രിഭായ് ഫൂലെ പോലുള്ള ആൾക്കാരൊക്കെ പതുക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയെ, ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ അതിദുർബല വിഭാഗങ്ങളെ പതുക്കെ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള, അവരുടെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇടങ്ങളിൽ അവർ വരുന്നതിന് മുന്നായിട്ട് അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ആംഗിളിൽ പ്രവർത്തിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകളും ബ്രിട്ടീഷ് സർക്കാരുകളും അതിന് അനുഗുണമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും മെയിൻ സ്ട്രീമായിട്ടുള്ള കോൺഗ്രസ്സിനകത്തെ സംഘപരിവാർ ശക്തികൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ലോക്മാന്യത്തിൽ നമ്മുടെ ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസ്സിനകത്തുള്ള തീവ്ര ഹിന്ദുത്വവാദികളെ, ഒരു ഹിന്ദു രാഷ്ട്രം വേണം അല്ലെങ്കിൽ ഹിന്ദു മത അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയായിരിക്കണം ഇന്ത്യക്ക് വേണ്ടതെന്ന് വാദിച്ച ആൾക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ജനസമൂഹം അവരുടെ രാഷ്ട്രീയ അധികാരം മുന്നോട്ട് വെക്കുന്നതിൽ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ഹിന്ദുത്വവാദികൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ വേറൊരു തരത്തിലാണ് ചിന്തിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ 1917 അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ സൈമൺ കമ്മീഷൻസ് മുതൽ, സൗത്ത് ബോറോ കമ്മീഷൻസ് ഉൾപ്പെടെ സൈമൺ കമ്മീഷൻസ് മുതൽ എങ്ങനെയെങ്കിലും ഇന്ത്യ രാജ്യത്തെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ, തദ്ദേശീയരായ ആൾക്കാർക്ക് തന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് പോകുക എന്നുള്ളതാണ്. എസ്പെഷ്യലി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ രീതിയിലോട്ട് ബ്രിട്ടീഷുകാർ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് ഈ അധികാരം കൈമാറേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന സമയത്താണ് RSS ആദ്യമായിട്ട് ഈ ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നത്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ കൺസെപ്റ്റ് അതോടുകൂടി പ്രഖ്യാപിക്കപ്പെടും. അപ്പോൾ അത് തന്നെയാണ് ജിന്നയും ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നെ എത്രത്തോളം ഈ ജനസംഖ്യ എന്ന് പറയുന്ന സാധനം, ഹിന്ദു എന്ന് പറയുന്ന കൂട്ടത്തിനകത്ത് ഡെമോഗ്രഫിക്കലി ജനസംഖ്യാനുപാതികമായി എത്ര പേരുണ്ടായിരിക്കണം, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ ജനസംഖ്യാനുപാതികം എത്ര ഉണ്ടായിരിക്കണം എന്നുള്ള കാൽക്കുലേഷൻസ് വരും എന്ന് തോന്നിയ രാഷ്ട്രീയ നേതൃത്വം അന്നെടുത്ത വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടായിരുന്നു പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. വ്യത്യാസം ഉള്ളവർക്കൊണ്ട് അത് അങ്ങനെ തുടരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1917 സെൻസസ് എടുക്കുന്ന സമയത്ത്, നമ്മുടെ ഈ കലോഷികകുമാരി റിപ്പോർട്ട് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ സെൻസസ് എടുക്കുന്ന സമയത്ത് അവർ ഈ ക്ലാസ്സുകളെല്ലാം കൂടെ ഈ 4 തട്ടായിട്ട് തിരിച്ച 5ാമത്തെ പഞ്ചമൻ എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെല്ലാവരെയും അവർ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സെഷൻസിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ആദ്യം ഒപ്രസ്ഡ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവർ കുറേ ക്രൈറ്റീരിയ വെച്ചിരുന്നു. ബ്രാഹ്മണനാൽ സാമൂഹ്യപരമായിട്ട് അകറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരായിരിക്കണം, പിന്നെ അവർക്ക് ഇന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ജനവിഭാഗങ്ങളെയാണ് 1917 മുതലുള്ള സെൻസസിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ വെച്ചത്. അത് പിന്നെ 1935 മുതൽ
ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻസ് തന്നെ പല സ്ഥലങ്ങളിലും, പല പ്രോവിഡൻസിലും, ഇപ്പോൾ കൽക്കട്ടയിലും ബാംഗ്ലൂരിലൊക്കെ, മംഗലാപുരത്തുമൊക്കെയുള്ള, മൈസൂർ അവിടെയൊക്കെ ആണെങ്കിലും അവർക്ക് നിയമനങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പോൾ ഇത് 1935 ഗവൺമെൻറ്റായിട്ട് 1935 വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് വരുന്നത് ശരിക്കും പൂന പാക്റ്റോട് കൂടിയാണ്. പൂന പാക്റ്റിൽ ഈ കാലഘട്ടത്തിലാണ് എല്ലാവർക്കും തന്നെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകുന്നത്. നമ്മൾ ജനസംഖ്യ കണക്കെടുത്തു, ഹിന്ദു രാഷ്ട്രം വേണം, മുസ്ലിം രാഷ്ട്രം വേണം എന്ന് പറയുന്നുള്ള നിലപാടുകൾ പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വെച്ചു. അപ്പോൾ പല സെക്ടേഴ്സും, അത് ജൈനർ ഉൾപ്പെടെ, ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടെ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ, അവർക്ക് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം. നമ്മളിപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നത് കോമൺ ഇലക്ട്രേറ്റിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കോമൺ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും നമ്മളെല്ലാവരും തന്നെ ആ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്നു. അത് റിസർവേഷൻ സീറ്റ് ആയാൽ പോലും എല്ലാവരും വോട്ട് ചെയ്യാം, കോമൺ ഇലക്ട്രേറ്റാണ്. പക്ഷേ അന്ന് ഈ പറയുന്ന മുസ്ലിംസ്, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള വാദം മുന്നോട്ട് വെച്ചു. ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഈ ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. കോൺഗ്രസ് എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. അവിടെയും തൊടൂല ഇവിടെയും തൊടാത്ത നിലപാടാണ്. എസ്പെഷ്യലി മഹാത്മാഗാന്ധി എടുത്ത നിലപാട് എല്ലാവർക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വിരോധവുമില്ല. പക്ഷേ ദളിത് ഫ്രട്ടേണിറ്റിക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയെ, ഹിന്ദു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കുന്ന ഹരിജൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദു എന്ന് പറയുന്ന സെക്റ്റിനകത്ത് നിന്ന് മാറ്റപ്പെടും. നിങ്ങൾ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത് എന്ന് രാംസെ മക്ഡൊണാൾഡ് കൊടുത്ത കമ്മ്യൂണൽ അവാർഡിനെതിരെ അദ്ദേഹം വാദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ രാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് ഡോക്ടർ BR അംബേദ്കറോടുള്ള ചർച്ചകൾക്ക് ശേഷം ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും എന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്താണ് എർവാഡ ജയിലിൽ അദ്ദേഹം മരണം വരെ നിരാഹാരം ചെയ്തത്. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ചെയ്താൽ മരണം വരെ നിരാഹാരം എന്ന് പറയുന്ന ഒരു തവണ മാത്രമേ സമരം ചെയ്തിട്ടുള്ളൂ. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ദളിതർക്ക് അവരുടേതായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവരുടെ നിശ്ചയിക്കപ്പെടുന്ന മണ്ഡലത്തിൽ അവർക്ക് നിശ്ചയിക്കാൻ പറ്റും, അവർക്ക് സ്വതന്ത്ര അധികാരം കിട്ടും എന്ന് പറയുന്ന ഇടത്ത് മാത്രമാണ് മഹാത്മാഗാന്ധി വിഷയം ഉണ്ടാക്കുന്നത്. അത് പിന്നെ 1932 മദൻ മോഹൻ മാളവ്യയും ഡോക്ടർ BR അംബേദ്കറും ചേർന്ന് സൈൻ ചെയ്യുന്ന പൂന പാക്റ്റോടുകൂടി അത് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. ദളിത് സമൂഹത്തിന് അവരുടെ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി കോമൺ ഇലക്ട്രേറ്റായി. ഇപ്പോൾ 71 കാൻഡിഡേറ്റ്സിനെയാണ്, 71 പേര് പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലോട്ട് 71 പേരെ അങ്ങനെ സ്വന്തമായിട്ട് എലക്ട് ചെയ്യാൻ പറ്റുമെന്നൊരു സാഹചര്യത്തിൽ നിന്ന് 148 പേരെ സെലക്ട് ചെയ്യാം. പക്ഷെ 148 അടിമകളെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിമകളെ കൊടുക്കുന്ന തരത്തിൽ ആ സാധനം ന്യൂട്രലൈസ് ചെയ്തു. ദളിത് സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് അവരുടെ സ്വതന്ത്ര അധികാരം അവഗണിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പൂന പാക്റ്റിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ്. ശരിക്കും പൂന പാക്റ്റിൽ പറഞ്ഞത് റെപ്രസെൻറ്റേഷൻസ് കൂടും, അതാത് കോമൺ ഇലക്ട്രേറ്റ് ആയിരിക്കും, അതാത് പാർട്ടികളായിരിക്കും റിസർവേഷൻ കാൻഡിഡേറ്റിനെ, SC റിസർവേഷൻ അല്ലെങ്കിൽ ST റിസർവേഷൻ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് പ്രാഥമിക ഘട്ടത്തിൽ ഇതേ SC കാറ്റഗറിയിലുള്ള റിസർവേഷനിലുള്ള മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ SC ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അവരുടെ കാൻഡിഡേറ്റ്സിനെ 4 പേരെ അവർക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ആ പ്രപ്പോസലിൽ നിന്ന് വരുന്ന 4 കാൻഡിഡേറ്റ്സ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കാൻഡിഡേറ്റ്സിൽ ആയിരിക്കും കോമൺ ഇലക്ട്രേറ്റിൽ മത്സരിക്കുന്നതെന്നും. അതായത് ആദ്യഘട്ടത്തിൽ ഒരു ഫിൽട്രേഷൻ ആ കമ്മ്യൂണിറ്റിയുടെ തന്നെ ആരൊക്കെ ആയിരിക്കണം മത്സരിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു ഫിൽട്രേഷൻ നടക്കുകയും രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ആൾക്കാർ മാത്രമേ കോമൺ ഇലക്ട്രേറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു പൂന പാക്റ്റിൻ്റെ ധാരണ. ഈ പൂന പാക്റ്റിൻ്റെ ധാരണ പ്രകാരം ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1939 ബോംബെ പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ്. ബോംബെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ 171 സീറ്റുകൾ നൽകുന്ന മത്സരത്തിൽ 81 സീറ്റോടുകൂടി കോൺഗ്രസ് വിജയിക്കുന്നു. അതിൽ 12 സീറ്റുകൾ ILP എന്ന് പറയുന്ന ഇന്ത്യൻ ലേബർ പാർട്ടി എന്ന് പറയുന്ന അംബേദ്കർ എന്നുണ്ടാക്കിയ പാർട്ടി ജയിക്കുന്നുണ്ട്. ഇതേ മാനദണ്ഡത്തിൽ ജയിക്കുന്നുണ്ട്.
അതിൽ 12 എണ്ണത്തിൽ 9 എണ്ണം റിസർവേഷൻ സീറ്റുകളായിരുന്നെങ്കിൽ 3 എണ്ണം ജനറൽ കാൻഡിഡേറ്റ്സിനെയാണ് ILP നിർത്തി മത്സരിച്ച് വിജയിച്ചത്. പക്ഷേ അതിനുശേഷം 1952 നമുക്ക് 51 നമുക്കറിയാം, 51 നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ അടിമകളായിട്ടുള്ള പിന്നെ അവരുടെ അകത്ത് നിൽക്കുന്ന SC കാൻഡിഡേറ്റ്സിനെ ആണ് ഇപ്പോൾ മത്സരിച്ച് വരുന്നത്. നിലവിൽ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം തുടരുന്നത്. അപ്പോൾ ഇത് എന്താണോ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, രാഷ്ട്രീയ അടിമകളായിട്ട് നിങ്ങൾ കോമൺ ഇലക്ടറേറ്റിലായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളെ നോമിനേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയ അടിമകളായിട്ട് അവർ മാറപ്പെടുകയും അവർക്ക് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കാൻ ആ സമൂഹത്തിൽ നിന്ന് ആൾക്കാർ ഇല്ലാതാവുകയും ചെയ്യും. ഒരു ചങ്ങല ഒരു കാലിൽ നിന്ന് വേറൊരു കാലിലോട്ട് ഇട്ടുന്നത് പോലെ ആകുമെന്ന് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ഈ 2025 സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് നേരിട്ട് കാണുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഈ ഗാസയിലെ വിഷയം നടക്കുന്നുണ്ട്. ഗാസയിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വെള്ളനാട് ഒരു വിഷയം രാമേന്ദ്ര സാറും ഒക്കെ ഉണ്ട്, എല്ലാവരും ഒക്കെ ആയിട്ട് ചേർന്ന് വലിയൊരു പ്രോഗ്രാം, ഒരു പൊതുപരിപാടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യുകയാണെന്ന് വെച്ചോ, അതൊരു പൊതുവിഷയമായിരിക്കും. ആ പൊതുവിഷയത്തിൽ നമ്മളെല്ലാവരും പോയി നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇതേ കാര്യത്തിൽ വേറൊരു വിഷയത്തിൽ ഇപ്പോൾ SC ST പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ August 1, 2024 SC ST സബ് ക്ലാസിഫിക്കേഷൻ ഉപവർഗീകരണം റിസർവേഷൻ കൊടുക്കുന്ന SC STകൾക്ക് ഉപവർഗീകരണം നടക്കാം എന്നുള്ള ഒരു കോടതി വിധി ഉണ്ടായി, സുപ്രീം കോടതി വിധി. ഏതാണ്ട് ഇന്ത്യയിലെ 20 കോടി ജനങ്ങളുടെ റിസർവേഷൻ എന്ന് പറയുന്ന അവരുടെ അവകാശത്തെ, ഭരണഘടനാ അവകാശത്തിന് മേൽ കത്തിവെക്കുന്ന ഒരു ഡിസിഷനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് ഒപ്പോസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിലൊരു നിയമനം നടക്കുകയാണ്. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാരെയും അവർക്ക് പട്ടികജാതിക്കാരുടെ എണ്ണത്തിനനുസരിച്ച് റെപ്രസെൻറ്റേഷൻ വേണമെന്ന് ആ പട്ടികജാതി മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിയാവുന്നതിന് മുന്നേ സമരം ചെയ്തതാണ്. അദ്ദേഹം ആ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് അതേ കാര്യം നിവർത്തിക്കാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്തുള്ള ഞാൻ കാട്ടകിടക്കണേ, അതാ ഞാൻ പറഞ്ഞു, വെള്ളനാട് ഇപ്പം നമ്മൾ ഈ ദേവസ്വം ബോർഡിൽ തന്നെ പട്ടികജാതിക്കാരുടെ നിയമനങ്ങളിൽ ഹിന്ദു ജനസംഖ്യ അനുസരിച്ച് അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്നൊരു സമരം നടത്തിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നടത്തുന്നതെങ്കിൽ ആ സമരത്തിനകത്ത് PK സാർ മാത്രമേ കാണത്തുള്ളൂ. കോൺഗ്രസ് പാർട്ടിയാണ് ആ സമരം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്കത് ദളിത് കോൺഗ്രസിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. BJP അങ്ങനെ ഒരു സമരം നടത്തുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്തരത്തിലാണ് നമ്മുടെ ഒരു സാമൂഹ്യപരമായിട്ടും ഇത്തരത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പൊളിറ്റിക്കലിയും ഇങ്ങനെയാണ് ഒരു രണ്ടാം തരം പൗരന്മാരുടെ വോട്ടിങ്, ഇത്തരത്തിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് ബാക്ക് ടു ടോപ്പിക്, നമ്മൾ 2024 ഇലക്ഷൻ തന്നെ എടുക്കാം. ഈ 2024 ഇലക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റേറ്റുകളിലും സംസ്ഥാന അസംബ്ലി ഇലക്ഷൻ കൂടെ ഒരുമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷനിൽ 2 സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ദളിത് പൊളിറ്റിക്സിന് നമുക്ക് പ്രിൻസിപ്പിളായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ 2 സ്റ്റേറ്റുകൾക്ക് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. മറ്റൊന്ന് ബീഹാറാണ്. ഈ 2 സ്റ്റേറ്റുകൾക്കും മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വങ്ങളായിട്ട് ദളിത് ലീഡേഴ്സിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പം ബീഹാറിൽ പ്രധാനപ്പെട്ട ദളിത് ലീഡേഴ്സ് എന്ന് പറയുന്നത് കർപ്പൂരി ഠാക്കൂർ. 1976-77 കാലഘട്ടത്തിൽ കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ CM ആയിരുന്നു, ബീഹാറിൻ്റെ CM ആയിരുന്നു. ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ ഭാരതരത്ന BJP സർക്കാർ അവാർഡ് ചെയ്തിട്ടുണ്ട്. ഭാരതരത്ന എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോവാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ 2 സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 16% ദളിത് വിഭാഗങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബീഹാറിൽ. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 20% കൂടുതൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും OBC രാഷ്ട്രീയം, പ്രത്യേകിച്ച് മണ്ഡല കാലഘട്ടത്തിന് ശേഷം OBC രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് വരുന്ന 16 അല്ലെങ്കിൽ 20% വരുന്ന ദളിത് പൊളിറ്റിക്സും കൂടെ ചേർന്നുകൊണ്ട് അവരൊരു ഫോർമുലേഷൻ ഉണ്ടാകും, ഒരു ഫോർമുല ഉണ്ടാകും. ആ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്ട് 40% അല്ലെങ്കിൽ 45% ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ അവർക്ക് മാറ്റാൻ പറ്റും. നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPക്ക് 30% വോട്ടേ ഉള്ളൂ, അല്ലേ? 33% വോട്ട് പെർസെൻറ്റേജേ ഉള്ളൂ. 33% വോട്ട് പെർസെൻറ്റേജുള്ള BJPയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം ഈ സംസ്ഥാനങ്ങളിൽ 40-45% ഏതെങ്കിലും വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് 40-40% മുകളിൽ വോട്ട് പെർസെൻറ്റേജ്, ഇപ്പോൾ എല്ലാവരും അവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല,
എന്നിരുന്നാലും അവർക്കൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭരണം നിലനിർത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഡയറക്റ്റായിട്ട് പറയാം, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ഫോർമുല വന്നത് വിമോചന സമരത്തിന് ശേഷം ഡയറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് NSS, ഈഴവ, SNDP, മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ AP സുന്നിയാണോ EP സുന്നിയാണോ, അത് രണ്ട് പാർട്ടികൾ. കോൺഗ്രസ് വരുമ്പോഴത്തേനും ഒരാളായിരിക്കും, CPM വരുമ്പോൾ വേറൊരാളായിരിക്കും. അതുപോലെ പിന്നെ യാക്കോബായ ഓർത്തഡോക്സ്, അതും മാറി മാറി വരും. ഈ 4 വിഭാഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് പൊളിറ്റിക്കലി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ഞാനത് പിന്നീട് പറയാം. ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം കർപ്പൂരി ഠാക്കൂറിനെ പോലെ തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ മറ്റൊരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് OBC ആണ്, അദ്ദേഹം ഇതല്ല. അതുപോലെ തന്നെ നിതീഷ് കുമാർ. പിന്നെ വന്നത് രാംവിലാസ് പാസ്വാൻ പിന്നെ ദളിത് ലീഡറാണ്, അദ്ദേഹത്തിൻ്റെ ലോക് ജനശക്തി പാർട്ടി. ഈ ലോക് ജനശക്തി പാർട്ടി ആയാലും അതുപോലെ തന്നെ JDU ആയാലും അവർ രണ്ടുപേരും ഇപ്പോൾ അലയൻസ് ആണ്, BJP ആയിട്ട് അലൈൻഡാണ്. അതുകൊണ്ടാണ് BJP ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ പെർഫോമൻസ് ബീഹാർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ല രീതിയിൽ അവർ കൊണ്ടുവന്നത്. ഇനി നമ്മൾ UP-യിലോട്ട് പോവുകയാണെങ്കിൽ UP-യിൽ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദളിത് ലീഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കാൻഷീറാമാണ്. കാൻഷീറാം 1978-ലാണ് ബാംസഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബാംസഫിലൂടെ അന്ന് എംപ്ലോയീസ് അസോസിയേഷൻസിലെ ഈ വിവിധ സർക്കാർ സേവനങ്ങളിൽ സർക്കാർ സർവീസുകളിൽ ജോലി കിട്ടിയിരുന്ന എംപ്ലോയീസിനെയും ദളിതായിട്ടുള്ള എംപ്ലോയീസിനെയും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എംപ്ലോയീസിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ബാംസഫ് എന്ന കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ കമ്മ്യൂണിറ്റിക്ക്, ആ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ടാകണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ അവർ സോഷ്യൽ അവെയർ ആയിരിക്കണം, അവരുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളും ചേർക്കുന്നതിന് വേണ്ടിയാണ് ബാംസഫ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായത്, ഒരു പേ ബാക്ക് ടു സൊസൈറ്റിയുടെ ഭാഗമായിട്ട്. അത് പിന്നെ 1984 ആകുന്നതോടെ BSP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറപ്പെടും. രാഷ്ട്രീയ കക്ഷി BSP 1984 തുടങ്ങി 1995 വരുമ്പോഴത്തേനും മായാവതി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിലോട്ട് BSP എന്ന് പറയുന്ന പാർട്ടി ഉയർന്നു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു കോമ്പിനേഷനാണ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഉണ്ട് എന്നുള്ളതും ജനസംഖ്യയും, അതോടൊപ്പം അവർക്ക് അണിചേർക്കാൻ പറ്റുന്ന മറ്റ് വിഭാഗങ്ങളെയും കൂടെ കൂട്ടിണക്കി കൊണ്ടിട്ടുള്ള ഒരു സംവിധാനം, ആ ഒരു ഫോർമുലയിൽ നിന്നുകൊണ്ടാണ് അവർ മത്സരിച്ച് വിജയിക്കുന്നത്. ഇതിൻ്റെ ഒരു അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന BSP അവിടെ നിന്ന് മാറി 2007 ആവുന്ന സമയത്ത് മായാവതി ബ്രാഹ്മിൺസിനെയും അതുപോലെ തന്നെ മുസ്ലിംസിനെയും പ്ലസ് OBC പ്ലസ് SC-കാരെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയ ഒരു കോയലേഷൻ ഗവൺമെൻറ്റായി വരുന്നു. 2007 അവർ 2ാം തവണ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒറ്റ കക്ഷി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒറ്റ കക്ഷിയായിട്ടാണ് മായാവതി അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം BSP ഡിക്ലൈൻ ചെയ്യപ്പെട്ടു. ഇന്നത്തെ BSPയുടെ അവസ്ഥ വളരെയധികം ശോചനീയവുമാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദളിത് ലീഡേഴ്സ്. ഈ രണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, മെയിൻ സ്ട്രീം ദളിത് ലീഡേഴ്സായിട്ട് കാണാൻ പറ്റുന്ന രണ്ട് സംസ്ഥാനങ്ങളും അവിടുത്തെ ലീഡേഴ്സിനെയും അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ 2024 ഇലക്ഷന് ശേഷം നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഡാറ്റ കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ടുണ്ട്. അതിൽ 2019 16.7% കോൺഗ്രസ്സിന് ദളിത് വിഭാഗങ്ങളിൽ നിന്ന്, പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ വോട്ട്. ഞാൻ പറയുന്നത് ദളിത് വിഭാഗം, പിന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ SC/ST വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന വോട്ട് ഷെയർ അത് 2024 ആകുമ്പോൾ 20.8% കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അതാണ് നേരത്തെ പറഞ്ഞത്. 232 സീറ്റിലോട്ട് കോൺഗ്രസ് പ്ലസ് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ് ബൈ പറഞ്ഞു കഴിഞ്ഞാൽ, UP-യിൽ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് കാസ്റ്റ് സെൻസസ് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ കൂടെ ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി വരികയാണെങ്കിൽ അവർ ഈ പറയുന്ന ഭരണഘടനയെ മാറ്റി ഹിന്ദുത്വ രീതിയിലുള്ള ഭരണഘടനയിലോട്ട് മാറ്റും എന്നും അവർ കൃത്യമായിട്ട് ആൾക്കാരെ ബോധിപ്പിച്ചു. UP-യിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 2019 80 സീറ്റിൽ 72 സീറ്റും മത്സരിച്ച് ലോക്സഭാ സീറ്റുകളും വിജയിച്ചിരുന്ന
BJPക്ക് 33 സീറ്റിലോട്ട് പോകേണ്ടി വന്നു. 37 സീറ്റുകൾ നേടി SP ഒന്നാം സ്ഥാനത്തും 6 സീറ്റുകൾ അവരുമായിട്ട് കൊയിലേഷൻ ചേർന്ന് കോൺഗ്രസും നേടി. ആ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കിട്ടുന്ന കോയിലേഷനായിട്ട് SP കോൺഗ്രസ് കോയിലേഷൻ മാറി. ഏതാണ്ട് 46% ദളിതരിൽ 46% കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ SP അലയൻസിന് വോട്ട് ചെയ്തു എന്നാണ് സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഇനി അത് ഈ പറയുന്ന സർവേ അനുസരിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ ദളിത് വോട്ടുകൾ കൂടുതൽ ഏതൊക്കെ പാർട്ടിക്ക് കിട്ടി ആ പാർട്ടിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ ബീഹാറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ BJPയായിട്ട് അലയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു OBC പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള നിതീഷ് കുമാറും SC കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കൊയിലേഷൻ ഉള്ളതുകൊണ്ട് BJPക്കാണ് ബീഹാറിൽ അഡ്വാൻറ്റേജ് കിട്ടിയത്. ഇനി രാജസ്ഥാൻ, പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. അവിടെയും ഏതാണ്ട് 40 മുതൽ 45% കോൺഗ്രസ്സിന് വോട്ട് ദളിത് വോട്ടുകൾ കോൺഗ്രസ്സിന് പോവുകയും 37% ദളിത് വോട്ടുകൾ മാത്രം BJP പോവുകയും ചെയ്തു. അവിടെ അതിനുണ്ടായ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 2009, 2014, 2019 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന 25 ലോക്സഭാ സീറ്റാണ് രാജസ്ഥാനിലുള്ളത്. 25 ലോക്സഭാ സീറ്റും BJP ആണ് ജയിച്ചിരുന്നത്. പക്ഷേ ഈ 2024 ഈ വോട്ട് പെർസെൻറ്റേജിൻ്റെ മാറ്റം വന്നതോടുകൂടി 15 സീറ്റുകളിലേക്ക് BJP ചുരുങ്ങി എന്നുള്ളതാണ് രാജസ്ഥാൻ്റെ കണക്കുകൾ പറയുന്നത്. അതിൽ ഓഫ് കോഴ്സ് BJPക്ക് ആണ് അഡ്വാൻറ്റേജ്. ഏതാണ്ട് 57% പിന്നോക്ക വിഭാഗങ്ങളുടെ 57% വോട്ട് പിന്നെ BJPക്കായിരുന്നു. ആ BJP ഭരണം പിടിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനമായിരുന്നു ഒഡീഷ. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 46% പേര് പിന്നോക്ക വിഭാഗങ്ങളുള്ളവർ BJPക്ക് വോട്ട് ചെയ്തു. അവിടെ ഉണ്ടായ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അവിടെ ലോക്സഭാ ഇലക്ഷനോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ മത്സരിച്ച് ജയിച്ചിരുന്ന നവീൻ പട്നായിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് സംസ്ഥാന ഭരണം വിട്ടുപോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. BJP അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഷിഫ്റ്റ് കറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് വളരെ കൃത്യമായിട്ട് അവരെവിടെയൊക്കെയാണോ ഏതൊക്കെ പാർട്ടിയാണോ സപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് നോർത്തേൺ സ്റ്റേറ്റുകളിൽ ആ സ്റ്റേറ്റുകൾക്ക് അവരുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് വളരെയധികം കൂടി എന്നുള്ളതാണ് സർവേയിൽ കൃത്യമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിലൊക്കെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് വന്നത്. കർണാടകയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ നിന്ന് വോട്ട് കിട്ടിയത് കർണാടകയ്ക്കാണ്. 61% കർണാടകയിലെ 61% പിന്നോക്ക വിഭാഗങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം കോൺഗ്രസ്സിന് ലോക്സഭാ സീറ്റുകൾ കൂടിയെന്ന് മാത്രമല്ല കോൺഗ്രസ്സിന് അധികാരം കിട്ടിയെന്നാണ്. സംസ്ഥാന അധികാരം കൂടെ കോൺഗ്രസ്സിന് കിട്ടി. അതുപോലെ തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ 71% പട്ടികജാതിക്കാർ വോട്ട് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമായിരുന്നു. അവിടെയും സ്റ്റേറ്റ് സിറ്റുവേഷൻ ഇത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡാറ്റ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് അവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടിയും കുറഞ്ഞും അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു എന്ന് പറയുന്ന ഡാറ്റ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്കിത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലോട്ട് വരാം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, എന്തുകൊണ്ടായിരിക്കും കേരളവും തമിഴ്നാടും പോലെയുള്ള സ്റ്റേറ്റുകളിൽ എന്തായിരിക്കും ഇതിൻ്റെ പാറ്റേൺ? ഇതേ രീതിയിൽ നമുക്ക് വിസിബിളായി കാണുന്ന തരത്തിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയപരാജയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ 2024 ഇലക്ഷന് ശേഷം തന്നെയാണ് CSDS സർവേ പുറത്തുവിട്ടു. CSDS സർവേയിൽ വിവിധ സമുദായ സംഘടനകൾ BJPക്കും കോൺഗ്രസ്സിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൊടുത്ത വോട്ട് പെർസെൻറ്റേജ് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. 33% ഈഴവ വോട്ടുകൾ CSDS സർവേ പ്രകാരം BJPക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസത്തെ ചർച്ചയായിരുന്നു നമ്മുടെ ചാനൽ മുതലാളിമാർ നടത്തിയത്. 33%. കാര്യം ഈഴവ വോട്ടുകളും പിന്നോക്ക വിഭാഗ വോട്ടുകളുമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം CPI ആയാലും CPM ആയാലും അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു നിക്ഷേപം എന്ന് പറയുന്നത്. അതിൽ 33% ഈഴവ വോട്ടുകൾ 33% BJPക്ക് പോയി
ഈഴവർ ഈഴവ വിഭാഗങ്ങൾ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസം ചർച്ച. ഈ ചർച്ച ചെയ്തവരുടെ പേരുകളൊക്കെ ശ്രദ്ധിച്ചോണം. മെയിൻ സ്ട്രീം ചാനലുകളാണ്. ഡോക്ടർ അരുൺകുമാർ മുതൽ ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ അഭിലാഷ് മോഹൻ മുതൽ ഇവരെല്ലാവരും തന്നെ ആണ് ഈ പ്രശ്നം വളരെ കൃത്യമായിട്ട് 3 ദിവസം ചർച്ചയിൽ നിർത്തിയത്. ഇതേ സർവേയിൽ 44% നായർ വോട്ടുകൾ BJPക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ദ സെയിം സർവേ. ഒരാൾ പോലും സംസാരിച്ചില്ല. അഭിലാഷ് മോഹൻ നായർ സംസാരിച്ചില്ല. അതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാർ നായർ സംസാരിച്ചില്ല. അപ്പോൾ 1ാം സ്ഥാനം ഉള്ള ആളിനെ പറ്റി സംസാരിച്ചില്ല. അപ്പം ഇതേ സർവേയിൽ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 45% പിന്നോക്ക വിഭാഗങ്ങൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് CPM-നാണ്. 35 മുതൽ 40% വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ എന്തുകൊണ്ട് BJP ഇവിടെ അധികാരം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു പൊസിഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള കാരണം 100 ദളിതരെടുത്താൽ 85 പേരും ഒന്നുകിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. BJPയെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാന റോൾ വഹിക്കുന്ന ഒരു സമുദായമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട സമുദായം. 15 പേര് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ നമ്മൾ തിരിച്ചെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഈഴവ വിഭാഗത്തിലെ ആൾക്കാർ 33% പേര് വോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചാനൽ ചർച്ചകൾ 3 ദിവസത്തോളം ചർച്ചയായിരുന്നു. 44% പേര് നായർ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത്. കേരളത്തിൽ 20 മന്ത്രിമാരിൽ എത്ര മന്ത്രിമാരാണ് നായർ മന്ത്രിമാർ? 50%. അപ്പോൾ ഈ 44% പേര് BJPക്ക് വോട്ട് ചെയ്യുന്ന നായരിൽ ബാക്കി 35-40% വരെ നായർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിനാണ്. വെറും 15%, 100 നായരെടുത്താൽ 15 പേര് മാത്രമേ, ഞാൻ പറഞ്ഞതല്ല, CSD സർവേ പറയുന്നതാണ്, നിങ്ങൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. 100 നായരെടുത്താൽ 15 പേര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 മന്ത്രിമാരുണ്ട്. ഇത് വേറൊരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2017 തോന്നുന്നു, അല്ല ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, 5ാം മന്ത്രി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻസ് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിലെ 5 മുസ്ലിം മന്ത്രിമാരും ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമുദായിക സന്തുലനാവസ്ഥ തകരുമെന്ന് പറഞ്ഞ നേതാവ്, അദ്ദേഹം മരണപ്പെട്ടുപോയി, കോടിയേരി ബാലകൃഷ്ണനാണ് അന്നത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. പക്ഷേ ഈ 10 അല്ലെങ്കിൽ 10+1 ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ 11ഓളം വരുന്ന നായർ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്ത് വന്നിട്ട് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള മാറ്റങ്ങളും വന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സാമുദായികം തിരിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോർമുലയുണ്ട്. ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഫോർമുലയുണ്ട്. ഇപ്പോൾ വെള്ളനാട് നിയോജക മണ്ഡലത്തിൽ, വെള്ളനാട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു 1ാം വാർഡ്, ആ വാർഡിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1500-1000 പേരോ അല്ലെങ്കിൽ 2000 പേരോ ഒക്കെ ആയിരിക്കും താമസിച്ചിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ ആ ഫോർമുലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാരെല്ലാം ഈ ഫോർമുലയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള കമ്മ്യൂണിറ്റി ഏതാണെന്ന് നോക്കും. ആ 1ാം സ്ഥാനം നിൽക്കുന്ന ആരാന്ന് നോക്കും, 2ാം സ്ഥാനം നിൽക്കുന്ന ആരാന്ന് നോക്കും, 3ാം സ്ഥാനം നിൽക്കുന്നവർ നോക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമേ 4ാം സ്ഥാനം നിൽക്കുന്ന കമ്മ്യൂണിറ്റിയെ പരിഗണിക്കത്തുള്ളൂ. ഈ 1, 2, 3 സ്ഥാനത്തിലുള്ള സമുദായത്തിലെ ആൾക്കാരായിരിക്കും കാൻഡിഡേറ്റ് ആയിട്ട് 3 സ്ഥാനാർത്ഥികൾ, 3 രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വെക്കുന്നത്. കാര്യം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്, ജയസാധ്യത എന്ന പേരിലാണ്. ഇതൊരു ജനസംഖ്യാപരമായിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് വിമോചന സമരത്തിന് ശേഷം ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ അനുസരിച്ച് ആണ് അവർക്ക് നായർ വിഭാഗങ്ങളെ അവർക്ക് രാഷ്ട്രീയാധികാര കേന്ദ്രങ്ങളിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഈഴവ വിഭാഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്, പിന്നെ സുന്നി വിഭാഗങ്ങളെയോ അല്ലെങ്കിൽ AP സുന്നിയോ EP സുന്നിനെയോ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ യാക്കോബായ ഓർത്തഡോക്സിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല തീർന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നോക്ക വിഭാഗങ്ങളെയോ മറ്റുള്ള ആൾക്കാരെയോ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടില്ല. ആ ആവശ്യമില്ലായ്മ എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത്. ഈ 4 കോളത്തിലുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം
അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ പോലെ ബീഹാർ, ഉത്തർപ്രദേശ് എന്നുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവർ ഈ കാൽക്കുലേഷനകത്ത് ഇവരെ പെടുത്തിയില്ല എങ്കിൽ, ദളിത് വിഭാഗങ്ങളെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഈ കാൽക്കുലേഷനകത്ത് പെടുത്തിയില്ല എങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റത്തില്ല, അവരുടെ രാഷ്ട്രീയ ഫോർമുലയിൽ വിജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനുണ്ട്. 33% ഈഴവ വോട്ടുകൾ BJP പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് വിറച്ചു. 46% ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട്. അത് പോയില്ല, അത് പോകൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് മിണ്ടാത്തത്. കാര്യം അവർ അടിമകളായിട്ട് തുടരാൻ സ്വയം അവരടിമകളായിട്ട് തുടരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ആ ഒരു സെക്ഷനിൽ നിർത്തുകയാണ്. അതിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് അലീനേഷനിൽ എന്ന ബുക്കിൽ പറഞ്ഞൊരു കാര്യമാണ്. പ്ലബിയൻസ് എന്നും പെട്രീഷ്യൻസ് എന്നും പറയുന്ന സഭ, നിയമസഭ, റോമിലെ നിയമനിർമ്മാണ സഭ പഴയ, അതിനകത്ത് പ്ലബിയൻസ് എന്നും പെട്രീഷ്യൻസ് എന്നും പറയുന്ന 2 വിഭാഗങ്ങളുണ്ട്. ഈ പ്ലബിയൻസ് എന്ന് പറയുന്നത് പ്രഭു കുടുംബത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് പ്ലബിയൻസ്. പെട്രീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെത്തട്ടിൽ നിന്ന്, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വരുന്ന സാധാരണക്കാരിൽ നിന്നും അവർക്കൊരു നോമിനേഷൻസ് വേണം. ഈ പെട്രീഷ്യൻസിന് നിയമനിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ സഭകളിൽ അവർക്ക് അംഗത്വം വേണമെന്ന് പറയുന്നത് ഒരുപാട് സമരങ്ങൾ നടന്നു. ഒരുപാട് കാലത്തിന് ശേഷം അവർക്ക് കിട്ടിയ ഒരു അധികാരമാണ് പെട്രീഷ്യൻസിന് കൂടെ ആ നിയമനിർമ്മാണ സഭയിൽ ഒരു പാർട്ടിസിപ്പേഷൻസ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പലരും പെട്രീഷ്യൻസിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജനവിഭാഗങ്ങളുടെ പ്രഭു കുടുംബങ്ങളോടൊപ്പം അവരുടെ നോമിനേഷൻസിനെ കൂടാതെ സാധാരണ ജനവിഭാഗങ്ങളിൽ നിന്നും ആൾക്കാരും ഈ നിയമനിർമ്മാണ സഭകളിൽ ആ അംഗമായി മാറി. പക്ഷേ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെട്രീഷ്യൻസ് കാൻഡിഡേറ്റ്, ഇപ്പം ഞാനാണ് കാൻഡിഡേറ്റ് എങ്കിൽ എനിക്ക് പ്ലബിയൻസ് ഉള്ള അവിടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഈ ആരാധനാ കേന്ദ്രങ്ങളിലെ പൂജാരി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാനും രാമേന്ദ്ര സാറും കൂടെ മത്സരിക്കുകയാണെങ്കിൽ രാമേന്ദ്ര സാറിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ പ്ലബിയൻസ് ആയിട്ടുള്ള പൂജാരിയെങ്കിൽ അല്ലെങ്കിൽ പുരോഹിതനെങ്കിൽ സമൂഹം അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല, എനിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലബിയൻസ് ആയിട്ടുള്ള ഭൂപ്രഭുക്കളായിട്ടുള്ള പ്രഭു കുടുംബത്തിൽ നിന്ന് അവർ നിശ്ചയിക്കുന്ന ഒരു അടിമ മാത്രമേ പെട്രീഷ്യൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിയമനിർമ്മാണ സഭകളിൽ വരുള്ളൂ. ഇത് തന്നെയല്ലേ നമ്മളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അടിമകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകൾ, BJPയുടെ അടിമകൾ, ഇവരാണിപ്പോൾ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിയമനിർമ്മാണ സഭകളിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാനോ അത് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാനോ നിയമനിർമ്മാണ സഭകളിൽ അതിന് അനുകൂലമാകുന്ന നിയമങ്ങൾ നിർമ്മിക്കാനോ അത് പ്രാവർത്തികമാക്കാനോ പറ്റുന്നില്ല എന്നുള്ളൊരു കൃത്യമായൊരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. അതാണ് ഞാൻ അതിലൊരു സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും നാസ്തികേഷൻ്റെ ചർച്ചയിലും ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ എനിക്ക് ഓഡിയൻസിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ്, അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞാൻ ഈ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ, എയ്ഡഡ് കോളേജുകളിൽ നമ്മുടെ സംവരണം പാലിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനതിൽ സൂചിപ്പിച്ചപ്പോൾ, എൻ്റെ ന്യൂമറിക്ക് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഒരു AGS ഓഫീസിൽ നിന്നും റിട്ടയറായ ഒരു പുള്ളിക്കാരൻ അദ്ദേഹം പറഞ്ഞു, ഞാനും AGS ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ദളിതനായിട്ടുള്ള ആൾ ഉണ്ടായിരുന്നു, അയാൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറഞ്ഞ ആളാണ്, ഞാനൊരു OBC-കാരനാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് തഴപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ പക്ഷേ റിസർവേഷൻ അവീൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദളിതനായിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ക്വാളിറ്റി ഇല്ലാത്ത ആളാണ്, പക്ഷേ എന്നിട്ടും അവിടെ വന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. വളരെ ഇതായിട്ട് പറയും. എൻ്റെ വീട്, ഞാൻ കടകടയാണ് എൻ്റെ വീട് പിന്നെ എൻ്റെ വീട്ടിൽ കാറുണ്ടെന്ന് വെച്ചോ, ഞാൻ പുതിയൊരു വീട് വെക്കാൻ പോവാണ്. ആ വീട് വെക്കാൻ പോകുമ്പോഴത്തേന് എനിക്ക് വഴി വേണം. എൻ്റെ വീട് വെക്കണമെങ്കിൽ, നമ്മൾ സ്വന്തം വീട് വെക്കണമെങ്കിൽ കല്ലും മണ്ണും ഇതൊക്കെ നമുക്ക് വീട്ടിലിറങ്ങണ്ടേ. അപ്പം അത്രയും നീളമുള്ള വീതിയുള്ള വഴി നമ്മുടെ വീട്ടിൽ വരണം. അപ്പം എൻ്റെ വീട് വരെ വഴി വരണം എന്നുള്ളതിന് ഞാൻ പുറത്തിറങ്ങി നിൽക്കും, ഞാൻ സമരം ചെയ്യും. എനിക്ക് വീട് വരണം, എൻ്റെ ഇത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരുടെ ആവശ്യമാണ്,
ഈ വഴി വരേണ്ടത് ഇവിടെ സമൂഹത്തിൻ്റെ ആൾക്കാരുടെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമരം ചെയ്യും. എൻ്റെ വീട്ടിൽ മണ്ണും മണലും എല്ലാ സാധനവും ഇറങ്ങും, ഞാൻ വീട് വെക്കും. തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊരുത്തൻ ഇതേമാതിരി ഇനി വീട് വെക്കാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ അങ്ങോട്ട് വഴിയില്ല, എൻ്റെ വീട് വരെ ഉള്ളൂ വഴി, തീർന്നു. അവൻ്റെ തൊട്ടപ്പുറത്തുള്ള ബാക്കിലുള്ള കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് അവൻ അങ്ങോട്ട് വീട് വെക്കണം. അവൻ്റെ വീട്ടിൽ പിന്നെ സൈക്കിളായിരുന്നത് സ്കൂട്ടറായി, അവൻ്റെ മകൻ ഇപ്പോൾ കാറ് വാങ്ങിച്ചു, ആ കാറ് പോകണം, സമ്മതിക്കില്ല. എൻ്റെ വീട് വരെ മതി. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ അധികാരവും ഡിസിഷൻ മേക്കിങ്ങും നമ്മുടെ വീട് വരെ മതി എന്ന് നിശ്ചയിക്കുന്ന ഇടത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കത് കൊടുക്കാൻ വരുമ്പോഴത്തേനും നമുക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടിനെയാണ് സംവരണ വിരുദ്ധമായിട്ട് രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്ന പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിലൊരു കാര്യം കൂടെ, ഇതേ ആവശ്യം, ഇതേ പൊളിറ്റിക്കൽ ആവശ്യം, ഇതേ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമാണ് അവർ കൃത്യമായിട്ട് ജോലി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ NSS ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഡോക്ടർ പൽപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയില്ല, ജോലി അപ്ലൈസ് ചെയ്യപ്പെടുന്നില്ല. അവരെന്ത് ചെയ്തു? മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പുശേഖരണം നടത്തി. അവർ തിരുവിതാംകൂർ രാജാവിന് കൊടുത്തൊരു പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈഴവ മെമ്മോറിയൽ വരുന്നു. അപ്പം മലയാളി മെമ്മോറിയലോടുകൂടി നായർമാർക്കും ഈഴവ മെമ്മോറിയലോടുകൂടി ഈഴവർക്കും അവരുടെ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്ക് ജോലി സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടി, ഒരു പൊളിറ്റിക്കൽ പ്ലാൻ അവരവിടെ വർക്കൗട്ട് ചെയ്തു. ഇതിൻ്റെ ഒരു തുടർച്ച, മലയാളി മെമ്മോറിയലിൻ്റെ തുടർച്ചയായിട്ടാണ് ജസ്റ്റിസ് പാർട്ടി തമിഴ്നാട്ടിൽ വരുന്നത്. പെരിയാറും ജസ്റ്റിസ് പാർട്ടിയൊക്കെ. ആ ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്ന അതിൽ നിന്ന് മാറിയാണ് DMK എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയായിട്ട് തമിഴ്നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നത്. അവിടെയും ഇത് തന്നെയാണ്. തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് അവസരങ്ങളും ഡിസിഷൻ മേക്കിംഗ് ഇടങ്ങളിലെ രാഷ്ട്രീയാധികാര ഇടങ്ങളിലെയും പ്ലേസുകൾ മാറപ്പെടുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് മാത്രമല്ല വീട് വയ്ക്കാനുള്ള അവകാശമുള്ളത്, നമ്മുടെ തൊട്ടടുത്തുള്ളവന് അവകാശമുണ്ട്. നമുക്ക് മാത്രമല്ല പൊതുവഴിക്ക് അവകാശമുള്ളത്, തൊട്ടടുത്തുള്ളവനും അവകാശമുണ്ട്. ഈ അവകാശങ്ങളെയൊക്കെ നമ്മൾ പരസ്പരം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരു SIR എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് SIR നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് ആക്ഷനാണ് SIR എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബീഹാർ ഇലക്ഷനിൽ 64 ലക്ഷം പേരാണ് SIR പ്രകാരം ഇലക്ഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെളിയിലായിരിക്കുന്നത്. SIR വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഒരു റെക്കോർഡായിട്ട് പരിഗണിക്കപ്പെടത്തില്ല. ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അതൊരു റെക്കോർഡായിട്ട് പരിഗണിക്കപ്പെടത്തില്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഒന്നുകിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ SIR ഒഫീഷ്യലി ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ ഒരു വോട്ടറായിട്ട് പരിഗണിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ അവർക്കപ്പം ഒരു എക്സ്ക്ലൂസീവ് സ്ട്രാറ്റജിയാണ്. ദളിത് വിഭാഗങ്ങളെ, മൈനോറിറ്റി വിഭാഗങ്ങളെ ഒക്കെ ഈ ഒരു എക്സ്ക്ലൂഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും മാറ്റാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? നേരത്തെ നമ്മൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ്റെ റെക്കോർഡാണ് പറയുന്നത്. പല സ്റ്റേറ്റുകളിലും ആര് ജയിക്കണം ആര് ജയിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ പറയുന്ന ജനവിഭാഗങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ അത് അനുവർത്തിക്കുന്നത്. ഞാൻ നിർത്താം. നമ്മളാ കേരള പൊളിറ്റിക്സിലോട്ട് അധികം വന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞ ഈ എക്സ്ക്ലൂഷൻ ഉണ്ടല്ലോ, അത് ഇപ്പോൾ പുതിയ ഒരു പ്രതിഭാസമാണ്. കാരണം ഇത്രയും പേര് ഇങ്ങനെ ഒഴിവാക്കുന്ന അത് ഒരു എന്താണ് അവരുടെ ഒരു പരാജയ ഭീതി കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണഘടന പ്രകാരം ഇല്ലേ എന്നുള്ളതാണ് എനിക്കൊരു സംശയം. കാരണം ഇപ്പം ഈ ഞങ്ങൾ ഇന്നൊക്കെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ
എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് കണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി ആധാറിനെ പലതിനും അടിസ്ഥാന ഇതായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷയമായിട്ട് ഉന്നയിക്കാൻ സുപ്രീം കോടതി കഴിയുമോ ഈ ഒഴിവാക്കൽ പ്രശ്നം? നിലവിലത് കേസിലാണ്. ഇത് തന്നെയാണ് വിഷയം. SIR ബന്ധപ്പെട്ട് തന്നെയാണ് ബീഹാറിൽ 64 ലക്ഷം പേര് ഇതിൽ നിന്ന് ഒഴിവാക്കി. അപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയിൽ കേസ് നിലവിലുണ്ട്. അപ്പോൾ അവർ ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയത്തിലാണ്. അപ്പോൾ നിലവിൽ വേറെ ഒരു തരത്തിലുള്ള വിധികളൊന്നും വന്നിട്ടില്ല. ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിധിയായിട്ട് ഇത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കണ്ട, ഇതെടുത്തുകൂടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ഷൻ ആധാർ കാർഡ് എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ എന്ന് ക്രോസ് വെരിഫൈ ചോദിച്ചിട്ടില്ല, സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവരിലുള്ള ലിസ്റ്റല്ലേ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ എക്സ്ക്ലൂഡ് ചെയ്ത കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ആ ലിസ്റ്റ് ഉൾപ്പെടുത്താതെ പുതിയ സ്പെഷ്യൽ ആക്ഷൻ വന്നതുകൊണ്ടാണ് ഈ 64 ലക്ഷം പേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെളിയിലായത്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ അത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് നിലവിലെ ലിസ്റ്റ് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആധാർ എന്തുകൊണ്ട് നിങ്ങൾ അതിനൊരു മാനദണ്ഡമായിട്ട് എടുത്തില്ല എന്ന് സുപ്രീം കോടതി ഇതുവരെ നിലവിൽ ചോദിച്ചിട്ടില്ല. PKS ദലിത് കോൺഗ്രസ് ഇതിനെപ്പറ്റി എന്താണ്? അത് നമ്മളിപ്പം ഒരു ചങ്ങലയുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാലിൽ ചങ്ങല ഉണ്ടായിരുന്നു, അതെടുത്ത് വേറൊരു കാലിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മായാവതി അധികാരത്തിൽ വന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ദളിതൻ്റെ കയ്യിൽ അധികാരം വരുമെന്നുള്ളത്. പക്ഷേ അത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അവരുടെ ആഡംബരമാണോ അവരുടെ അഴിമതിയാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അത് ദളിതൻ്റെ മുന്നോട്ട് വരവിനെ അത് വളരെ പ്രതികൂലമായി ബാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞ കാര്യത്തിന് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സീറ്റ് ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ദളിത് അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളത് വിട്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിരിക്കുന്ന ഒരു പൊതു ഇടത്താണ്. ഈ സ്റ്റേജിൽ ഞാനിരിക്കുന്നത് പൊതു ഇടത്താണ്. നമ്മളെല്ലാവരും ഇരിക്കുന്ന ഒരിടത്താണ് നമ്മളിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദളിത് സമൂഹം അല്ലെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ലീഡേഴ്സിനെ പോലും അവർ പൊതുസമൂഹത്തിലല്ല ഇരിക്കുന്നത്. ഇപ്പം മായാവതി പൊതുസമൂഹത്തിലെ ഒരു CM ആയിട്ട് വന്നിട്ട് അവരതാ പറഞ്ഞു 2007 അവർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത്. ആ ഫോമുലേഷൻ ഭാഗമായിട്ട് OBC + SC ST എന്ന് പറയുന്ന ഫോമുലയുടെ ഭാഗമായിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അവരൊരു പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻ നടത്തുന്നുണ്ട്. ബ്രാഹ്മിൺസിനെ, OBC വിഭാഗങ്ങളെ, മുസ്ലിംസിനെ എല്ലാവരും കൂടെ ചേർത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻ നടത്തി. ആ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് 2007 അവർ അധികാരത്തിൽ വരുമ്പോഴത്തേനും സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലാണ് വരുന്നത്. അതൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ്. ആ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് PKS ഒരു കസേരയിട്ട് അപ്പുറത്ത് മാറ്റിയിരുത്തുന്നത്. ദളിത് മോർച്ചറിക്കും ദളിത് കോൺഗ്രസിനും കസേര കൊടുത്ത് അപ്പുറത്ത് മാറ്റിയിരുത്തുന്നത്. ഇപ്പോൾ ദളിത് വിഷയമൊന്നുള്ള ഇല്ല. നമ്മുടെ എല്ലാവരുടെയും പൊതു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കൊടുക്കുക, എല്ലാവരും ഒരുമിച്ചിരിക്കുക, എല്ലാവർക്കും കസേരകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക, പ്രാതിനിധ്യം മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ പ്രോപ്പർലി റെപ്രസെൻറ്റഡ്. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഗാസയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളൊരു സമരം നടത്തുന്നു, നമ്മളൊരു പ്രക്ഷോഭം നടത്തുന്നു. ആ പ്രക്ഷോഭത്തിൽ നമ്മളെല്ലാവരും പോയിരിക്കും, ഏത് രാഷ്ട്രീയ കക്ഷി പറഞ്ഞാലും. അതേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ശ്യാംകുമാർ സാർ ഒരു പ്രഭാഷകനാണ്, കേരളത്തിലെ അറിയപ്പെടുന്നപ്പോൾ. അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന വിഷയമുണ്ടായി കേരളത്തിൽ. നമ്മുടെ നെയ്യാറ്റിൻകരയാണെന്ന് തോന്നുന്നു, അവിടെ വെച്ചിട്ട് അദ്ദേഹം 1-2 തവണ ആക്രമിക്കപ്പെടുന്ന വിഷയമുണ്ടായി. അതിൽ CPM പാർട്ടി പ്രതിഷേധിച്ചു. അതെങ്ങനെ പ്രതിഷേധിച്ചു വെച്ചാന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് PKS കൊണ്ട് പ്രതിഷേധം നടത്തി. അതാണ് അവിടെയാണ് നമ്മൾ പൊളിറ്റിക്കലി ചിന്തിക്കുന്നില്ല. നമ്മൾ കസേരയിട്ട് രണ്ടാം തരം പൗരന്മാരാക്കിയ, രണ്ടാം തരം രാഷ്ട്രീയ നേതൃത്വങ്ങളാക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തി നമ്മളെല്ലാം ഒന്നിന് ചുറ്റിനാണ്, ഒരു പൊളിറ്റിക്കൽ ഫ്രെയിം വർക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് എൻ്റെ മനസ്സിലാക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താം സാർ.